സ്വാഗതം ചതുരംഗത്തിലേക്ക്. സമകാലിക പ്രാധാന്യമുള്ള ഒട്ടേറെ വിഷയങ്ങൾ ചതുരംഗത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. ഇത്തവണയും അതിൽ മാറ്റമില്ല. കാലവർഷം ആരംഭിച്ചിരിക്കുന്നു. ആദ്യ നാളുകളിൽ തന്നെ കനത്ത മഴയാണ് സംസ്ഥാനമൊട്ടാകെ കണ്ടത്. മുൻ വർഷങ്ങളിൽ ഇല്ലാത്തതുപോലെ ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കാലവർഷം ഏതാനും ദിവസങ്ങൾ നേരത്തെ എത്തിയ ഒരു സവിശേഷത കൂടിയുണ്ടായിരുന്നു. ഇങ്ങനെയുണ്ടാകുമ്പോൾ മുൻവർഷങ്ങളിലില്ലാത്തതുപോലെ, സമീപ വർഷങ്ങളിലില്ലാത്തതുപോലെ തീവ്ര മഴയും അതുപോലെ തന്നെ കനത്ത കാറ്റും മിന്നൽ ചുഴലിയുമെല്ലാമായുള്ള നാശനഷ്ടങ്ങൾ ജില്ലയും ഏറെ കണ്ടതാണ്. പ്രായമായവരുടെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത രീതിയിൽ കാലാവസ്ഥ വ്യതിയാനവും. ഈയൊരു സാഹചര്യത്തിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ, ജീവനാശമെല്ലാം സംസ്ഥാനത്തൊട്ടാകെ എന്ന പോലെ ജില്ലയിലുമുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഒട്ടും വ്യത്യസ്തമല്ല മലയോര മേഖലയും. എന്ന് മാത്രമല്ല, മലയോര മേഖല കൂടുതൽ കെടുതി അനുഭവിക്കുന്നൊരു മേഖലയായി മാറിയിരിക്കുകയാണ്. ഇടുക്കിയിലും വയനാട്ടിലുമെല്ലാം ഉരുൾപൊട്ടലിൽ ധാരാളം പേർ മരിച്ചു, അല്ലെങ്കിൽ ആ മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ജില്ലയും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. ഒരു പഠനപ്രകാരം തൃശ്ശൂർ ജില്ലയും രാജ്യത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള 10 കേന്ദ്രങ്ങളിൽ ഒരെണ്ണം കൂടിയാണ്. നമുക്കറിയാം, കുറാഞ്ചേരിയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചത് സഹോദരങ്ങളായ 19 പേരാണ്, കുട്ടികൾ ഉൾപ്പെടെ. ആ ദുരന്തമെല്ലാം നമ്മൾ കണ്ടതാണ്. അത് കുറാഞ്ചേരി ഒറ്റപ്പെട്ട സംഭവമല്ല. വെള്ളിക്കുളങ്ങരയിലും അതിരപ്പള്ളിയിലുമെല്ലാം നേരത്തെ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. നമുക്കതൊരു അനുഭവമാണ്. മലയോര മേഖല കൂടുതൽ ദുരിതം അനുഭവിക്കുമ്പോൾ, വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതുൾപ്പെടെ, പ്രത്യേകിച്ച് മഴക്കാലത്തെ ദുരിതം ഇരട്ടിയാകുമ്പോൾ ആ വിഷയം തന്നെയാണ് ഇത്തവണ TCV ചതുരംഗത്തിൽ ചർച്ച ചെയ്യുന്നത്. മലയോര മേഖലയും മഴക്കെടുതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ, ആധികാരികമായി സംസാരിക്കാൻ തന്നെ കഴിവുള്ള 3 വ്യക്തിത്വങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മലയോര കർഷക സമിതിയുടെ പ്രസിഡന്റ് ശ്രീമതി EA ഓമന, നേരത്തെ വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. സ്വാഗതം ചെയ്യുന്നു. KK അനീഷ് കുമാർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കൊടകര മേഖലയിലെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സേവ്യർ എൽത്തുരുത്ത് വനം ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതിനു മുമ്പേ തന്നെ ജില്ലക്കാർക്ക് ഏറെ സുപരിചിതനാണ്, വന്യജീവി സംരക്ഷകൻ എന്ന പേരിൽ. ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡ് ആയിരിക്കുന്നു. സേവ്യർ എൽത്തുരുത്തിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിൽ തന്നെ ശ്രീമതി EA ഓമനിയിലേക്ക്. ഒരുപാട് വർഷങ്ങളായി മലയോര മേഖലയിലെ വിഷയങ്ങളിൽ അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. സമീപ നാളുകളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് നേരത്തെ TCUമായി ബന്ധപ്പെട്ടുള്ള പല ചർച്ചകളിലും വാർത്തകളിലുമെല്ലാം നമുക്കറിയാം. വന്യമൃഗ ശല്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ മഴക്കെടുതിയും. ഒരുപാട് പരാതികൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ചുരുക്കി ഒന്ന് ആ മേഖലയുടെ പ്രശ്നങ്ങളൊന്ന് പറയാം. ഈ കാലവർഷക്കെടുതികൾ, ഇപ്പോഴുള്ള ഈ അതിതീവ്ര കാലാവസ്ഥയും മഴയുമൊക്കെ ഒരു ആഗോള വിഷയമാണ് എങ്കിൽ പോലും അതിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പരിഹാര മാർഗ്ഗങ്ങളും തികച്ചും പ്രാദേശികമാണ്. ഇപ്പോൾ മലയോര മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എല്ലാ മലയോര മേഖലയും എടുത്ത് പരിശോധിച്ചാലറിയാം, എല്ലാവിധ ദുരിതങ്ങളും, പ്രകൃതിയുടെ എല്ലാവിധ ദുരന്തങ്ങളും ഏറ്റവും ആദ്യം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർ ഒരുപക്ഷെ മലയോര മേഖലയിലെ ജനങ്ങളാണ്. യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു, വന്യജീവി ആക്രമണം കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങളുമായി മലയോര മേഖല കർഷകർ അതുപോലെ തന്നെ അവിടെ ജീവിക്കുന്ന ആളുകൾ നെട്ടോട്ടമോടുമ്പോൾ ഇതുപോലുള്ള ഈ കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളും അവരുടെ നിത്യജീവിതത്തെ വളരെ സാരമായി ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലയോര മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം, മലയോര മേഖല ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് വന മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മലയോര മേഖലകൾ ഭൂരിഭാഗവും ചെരിഞ്ഞ പ്രദേശങ്ങളാണ്. ഈ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ ഇപ്പോൾ മുൻകാലങ്ങളിലുള്ള മണ്ണ് ഖനനം, ഇപ്പോൾ ചെരിഞ്ഞ പ്രദേശങ്ങൾ തുറന്ന് മണ്ണെടുക്കുന്നതും അതുപോലെ ഇപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയിൽ നമുക്ക് കിട്ടുന്ന മഴയുടെ 70% ചെരിഞ്ഞ പ്രതലങ്ങളിൽ വീഴുന്ന ഈ ഭൂരിഭാഗം ജലവും ഒഴുകിപ്പോകുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള മണ്ണും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും, മണ്ണും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വസ്തുക്കളും ഒഴുകി പുഴയിലേക്ക് പോകുന്നത് വലിയൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ പുഴ നികത്തപ്പെടുന്നൊരു സാഹചര്യം നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട്. മലയോര മേഖലയിലെ ഏറ്റവും വലിയ വിഷയം ഈ മഴക്കാലമായാൽ ഉരുൾപൊട്ടൽ സാധ്യതയും അതുപോലെ മറ്റ് വന്യജീവി ആക്രമണമൊക്കെ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള ആശങ്കയുമാണ് അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. വന്യജീവി ആക്രമണം അത് ഞാൻ ഇവിടെ പറയാൻ കാരണം, മഴ അതിശക്തമായ സമയങ്ങളിൽ
വന്യജീവിയുടെ അവരുടെ കടന്നുവരവ് മുൻകൂട്ടി അറിയാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇപ്പോൾ മലയോര മേഖലയിലെ ജനങ്ങൾ, വന്യജീവി ആക്രമണത്തിന് ഇരയാകുന്ന ജനങ്ങൾ, അവർ സ്വയം പ്രതിരോധ മാർഗങ്ങളാണ് ഭൂരിഭാഗം ഇപ്പോൾ അവലംബിച്ചു പോരുന്നത്. വന്യജീവികളെ നേരത്തെ തന്നെ അവർ വന്യജീവികളുടെ വരവ് തിരിച്ചറിഞ്ഞ് അവയെ പ്രതിരോധിക്കാനുള്ള പന്തം കത്തിച്ചും അങ്ങനെയൊക്കെ പ്രതിരോധിച്ചാണ് അവർ അവിടെ ജീവിച്ചു പോകുന്നത്, പടക്കം പൊട്ടിച്ചൊക്കെ. അപ്പോൾ ആ സാധ്യത ഇല്ലാതാവുകയാണ് ഇങ്ങനെ അതിതീവ്ര മഴയുടെ ഇതുകൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ മലയോര മേഖലയിലുള്ള മണ്ണിടിച്ചിൽ, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മണ്ണിടിച്ചിലിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മലയോര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി മുൻകൂട്ടിയുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പദ്ധതികളോ തയ്യാറാക്കുന്നില്ല എന്നുള്ളതാണ് വളരെയധികം സങ്കടകരമായ ഒരു കാര്യം. ഇപ്പോൾ പ്രാദേശികമായ മലയോര മേഖലയിലെ അല്ലെങ്കിൽ അവിടെയുള്ള കർഷകരെ, അവിടെയുള്ള ജനങ്ങളെ, അവരെ ആ ജനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അവിടെയുള്ള പഞ്ചായത്തുകളും മറ്റ് സ്ഥാപനങ്ങളും, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും സർക്കാർ തലത്തിലുള്ള സ്ഥാപനങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് അതിലൂടെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ പ്രാദേശിക ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഓരോ മലയോര മേഖലയിലും ചെന്ന് പഠനം നടത്തിക്കൊണ്ട് അവിടെയുള്ള ആളുകളോട് ചോദിക്കണം. ഇവിടെയുള്ള ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ പലതാണ്, ഓരോ മലയോര മേഖലയിലെയും പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളോട് ചെന്ന് അവരോട് ചോദിക്കണം, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കണം, അവർക്ക് അറിവില്ലാത്ത പറഞ്ഞു കൊടുക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് വേണം പദ്ധതികൾ പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഇതുപോലുള്ള കാലവർഷക്കെടുതികളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ അന്നത്തെ നമ്മുടെ പൂർവികർ ഒരുപാട് പ്രതിരോധ മാർഗങ്ങൾ അവർ സ്വയം ചെയ്തിരുന്നു. മഴക്കാലമായാൽ മഴക്കെടുതി വരാതിരിക്കാൻ. അതുപോലെ തന്നെ മരങ്ങൾ നേരത്തെ മരത്തിൻ്റെ കമ്പുകളും ചെടികളുമൊക്കെ മുറിച്ചു മാറ്റുകയും അതുപോലെ തടയിടങ്ങൾ സ്ഥാപിക്കുകയും കല്ല് കയ്യാളുകൾ കിട്ടുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് മണ്ണിൻ്റെ ഈ ജലത്തിൻ്റെ ഈ കുത്തൊഴുക്കിനെ തടയാൻ പലവിധത്തിലുള്ള മാർഗ്ഗങ്ങൾ അന്നൊക്കെ അവർ അവലംബിച്ചു പോന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അന്നും ഇതുപോലുള്ള പദ്ധതികൾ, അന്ന് ഉദ്യോഗസ്ഥ ഭരണത്തിൻ്റെ കാലത്ത് ഇത്രയും ഫണ്ടുകളൊന്നും നമുക്ക് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ അധികാര വികേന്ദ്രീകരണം വന്ന് പഞ്ചായത്ത് രാജ് സംവിധാനം വന്നതിന് ശേഷം കോടികളുടെ ഫണ്ടാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് വരുന്നത്. പക്ഷേ ഒരു പഞ്ചായത്ത് പോലും, ഏറ്റവും സങ്കടകരമായൊരു കാര്യം പറയാനുള്ളത്, ഒരു പഞ്ചായത്ത് പോലും ഇതുപോലുള്ള ഇപ്പോൾ ആഗോളതാപനം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴുണ്ടായൊരു കാര്യമല്ല. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ആഗോളതാപനം. ഈ മഴക്കെടുതികളും ഈ അതിതീവ്ര മഴയും ഒക്കെ എനിക്ക് തോന്നുന്നു വായിച്ചറിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത് ആഗോളതാപനത്തിന്റെ അനന്തരഫലങ്ങളാണ് ഇതെല്ലാം, ഈ മഴക്കെടുതിയും കാര്യങ്ങളും. കൂടുതൽ ചർച്ചയിൽ അതിലേക്ക് പോകാം. അന്വേഷണം പറയാനുള്ളത് മലയോര മേഖലയിൽ മഴക്കെടുതികളായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രത്യേകിച്ചും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘത്തിനകത്ത് നിന്നിട്ട് കൊടകര മേഖല വരുന്നൊരു പ്രദേശം, അത് വരന്തരപ്പള്ളി, വെള്ളിച്ചുമൻ, മറ്റത്തൂർ, ഇത്തരം പ്രദേശങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത്. അപ്പോൾ അവിടെ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് ഏറ്റവും വ്യാപകമായിട്ട് നമ്മൾ കാണുന്നത് 20 മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങൾ. 20 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 36% ചെരിവാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ 36-70% ചെരിവുള്ള പ്രദേശങ്ങൾ, ആ ചെരിവുള്ള പ്രദേശങ്ങൾ വലിയ തോതിൽ ഇത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഉരുൾപൊട്ടൽ ഉണ്ടായി മരണപ്പെടുമ്പോഴാണ് മരണം സംഭവിച്ചു, അതുകൊണ്ടാണ് കുറാഞ്ചേരി രേഖപ്പെടുത്തുന്നത്. പക്ഷെ കുറാഞ്ചേരിയേക്കാൾ ഭീതിതമായ അലസിപ്പോയ ഉരുൾപൊട്ടലുകൾ എന്ന് ഒരുപക്ഷെ നമ്മൾ ജിയോളജിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്ന ഉരുൾപൊട്ടലുകൾ എത്രമാത്രമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 2018 പ്രളയത്തിന് ശേഷം 342 ഉരുൾപൊട്ടലുകൾ ആണ് കേരളത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് തൃശ്ശൂർ തന്നെ 22 സ്ഥലങ്ങൾ പരിഷത്ത് അതിൻ്റെ കോർഡിനേറ്റ് വെച്ചിട്ട്, അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും വെച്ചിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പുലിക്കണ്ണി ഞങ്ങളുടെ ഒരു പ്രദേശമാണ്, വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പുലിക്കണ്ണിയിൽ KFRയുടെ ഒരു ബാംബു സൈറ്റ് ഉണ്ട്. അതിന് തൊട്ടു മേലെ 9-10 വീടുകൾ ഉണ്ട്. അതിലൊരു വീട് ഞങ്ങളുടെ സുഹൃത്ത് ഗോകുലിൻ്റെ വീടാണ്. ഗോകുലിൻ്റെ വീട് തകർന്നു. പക്ഷെ പുലിക്കണ്ണിയിൽ ആ തകർന്നപ്പോൾ ഗോകുലിൻ്റെ വീട് തകർന്നു, അടിയിലുള്ള കിണറ്റിലേക്ക് ആ വിള്ളൽ സ്കാർ എന്നാണ് ജിയോളജിസ്റ്റുകൾ പറയുക, സ്കാർ രൂപപ്പെട്ടു. പക്ഷേ ആദ്യം അവിടെയുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് മാറിപ്പോയി. പിന്നെ
ഗോകുല് മാത്രം അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി, ബാക്കിയുള്ള വീട്ടുകാരൊക്കെ അവിടെ തിരിച്ചു വന്നു. അവരിപ്പോൾ പറയണ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ വാസ്തവത്തിൽ എന്താ, ആ പ്രദേശം മിനിമം 4 വർഷമെങ്കിലും അതിഗൗരവത്തോടെ പരിപാലിക്കപ്പെടണം. ആ അർത്ഥത്തിൽ സൂക്ഷിക്കണം. കാരണം അലസിപ്പോയതാണ്. അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ആ ഉരുൾപൊട്ടൽ എങ്ങടാ, അതിൻ്റെ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് അത് നേരെ വേലുപ്പാടം പള്ളിയുടെ മുമ്പിലേക്കാ. വേലുപ്പാടം പള്ളി നോക്കൂ, ആ പ്രദേശത്തെ ജനവാസം നോക്കൂ. എങ്ങനെയാണ് നമ്മൾ കുറാഞ്ചേരിയിൽ അത് വീണ് 19 പേര് മരണപ്പെട്ടപ്പോൾ അത് ദേശീയവും അന്തർദേശീയവും ഒക്കെ ആയിട്ട് വാർത്തകളായിട്ട് മാറുന്നു. പക്ഷേ ഇവിടെ അലസിപ്പോയ ഉരുൾപൊട്ടലുകളുടെ കാര്യം പറയണം, മലഞ്ചെരുവുകളിലെ മണ്ണിടിച്ചലിൻ്റെ കാര്യം പറയണം, സോയിൽ പൈപ്പിങ്ങിൻ്റെ കാര്യം പറയണം. എനിക്ക് തോന്നുന്നു നമ്മുടെ പുത്തൂര് ഗ്രാമപഞ്ചായത്തിൽ എട്ടാങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലം, എട്ടാങ്കല്ല് സ്ഥലത്തൂടെയാണ് നമ്മൾ മാന്നാമംഗലം പ്രധാനപ്പെട്ട റോഡാണ്. ആ റോട്ടിൽ സോയിൽ പൈപ്പിംഗ് ഉണ്ടായി. അങ്ങനെ ഒരു സോയിൽ പൈപ്പിംഗ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി ഒരു ജിയോളജിസ്റ്റ് അത് കണ്ടിട്ട്, വളരെ പ്രധാനപ്പെട്ട ജിയോളജിസ്റ്റ് മൂപ്പര് കണ്ട്, ഇത് ടെക്സ്റ്റ് ബുക്ക് ടൈപ്പ് സോയിൽ പൈപ്പിംഗ് എന്നാണ് മൂപ്പര് പറഞ്ഞത്. അത്രമേൽ ഭൂമിയുടെ അടിയിൽ നിന്ന് കളിമണ്ണും ദ്രവിച്ച പാറയൊക്കെ തള്ളി ഒരു പ്രദേശം നികന്നു പോയിക്കുക. അപ്പോൾ അതിന് മേലെയുള്ള പ്രദേശങ്ങളിൽ വീടുകൾ വിണ്ടു കയറി താണു പോയിക്കുക. ഇങ്ങനെയുള്ള ഒരു ക്ലാസിക് സോയിൽ പൈപ്പിംഗ് കേസ് നമ്മുടെ തൃശ്ശൂർ പുത്തൂര് ഉണ്ടായിട്ട്, എട്ടാങ്കല്ലിൽ ഉണ്ടായിട്ട്, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തായിരുന്നു, അതെങ്ങനെയാണ് പരിപാലിപ്പിക്കപ്പെട്ടത്, അതിനുശേഷം എന്താണ് നടന്നത്, അത് ഒന്ന് പരിശോധിക്കപ്പെടണം. നമ്മൾ ഈ അർത്ഥത്തിൽ നമ്മൾ മലയോര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് തോന്നുന്നു 2018 ഒരു കണക്ക്, അതുകൂടി 2018 ഒരു കണക്ക് വെച്ചിട്ട് ഒരു ആഗസ്റ്റ് 14 മുതൽ 16 വരെ പെയ്ത മഴ, ആ മഴയുടെ അളവ് വെച്ചത് 280 മില്ലിമീറ്റർ എന്നാണ്. അപ്പോൾ 180 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്താൽ മലയോര മേഖല വലിയ തോതിൽ അപകടത്തിലാണ്. 180 മില്ലിമീറ്ററിൽ കൂടുതൽ 2-3 ദിവസം കൊണ്ട് അത്ര മഴ പെയ്താൽ ഈ കഴിഞ്ഞ, അതായത് കാലവർഷം കൂട്ടു, അതിന് ഇപ്പൊ അങ്ങനെയുണ്ടല്ലോ, ജൂൺ 1 ശേഷം കാലവർഷം തുടങ്ങി എന്ന് പറയാൻ കഴിയും. പക്ഷേ വേനൽ മഴയായിട്ട് ചിലപ്പോൾ ഒരു പരിഗണിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല എന്താണ്. പക്ഷെ എന്തായാലും മെയ് മാസം 28, 29 ചെങ്ങാലൂർ മഴമാപിനിയിൽ ഞങ്ങൾ ഒരു മഴമാപിനി ചെങ്ങാലൂർ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ചെങ്ങാലൂർ മഴമാപിനിയിൽ 36 മണിക്കൂറിൽ പെയ്തത് 180 mm. അപ്പോൾ 36 മണിക്കൂറിൽ, നേരത്തെ പറഞ്ഞ 2 ദിവസം കൊണ്ട് 24 മണിക്കൂറിൽ 36 മണിക്കൂറിൽ 48 മണിക്കൂറിൽ 36 മണിക്കൂറിൽ 180 mm. അത് ആ മഴ എങ്ങനെയാണ് ഈ പ്രദേശങ്ങളെ ബാധിക്കുന്നുണ്ടാവുക? ഒരു പക്ഷേ നമ്മൾ ആ അർത്ഥത്തിൽ ഇത് വലിയ തോതിൽ നമ്മൾ ഓരോ മലയോര മേഖലയിലും ജീവഹാനിക്ക് സാധ്യതയുള്ള, അതായത് വലിയ അപകടങ്ങൾ, ഒരു കാറ്റസ്ട്രോഫി ഫ്രെയിമുകളിലേക്ക് വരാൻ സാധ്യതയുള്ള അത്തരം സ്ഥലങ്ങളെ മോണിറ്റർ ചെയ്യാനുള്ള ബാധ്യത നമ്മൾ എല്ലാവർക്കും ഉണ്ട് എന്നൊരു തോന്നലാണ്. തീർച്ചയായും. ശ്രീ സേവ്യർ തുരുത്ത്, അദ്ദേഹം വനം ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഏറെ കാലം, പ്രത്യേകിച്ച് പീച്ചി വനമേഖലയിലായിരുന്നു കൂടുതൽ കാലം സേവനം അനുഷ്ഠിച്ചത്. ഇപ്പോൾ റിട്ടയറായിട്ട് ഏതാനും മാസങ്ങളെ ആവുന്നുള്ളൂ. അവിടെയും ഇതുമായുള്ള സമാനമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ ഉണ്ട്. താങ്കളുടെ കാഴ്ചപ്പാടിൽ തന്നെയുണ്ട്. മഴക്കാലത്തുമെല്ലാം ആ സമയത്ത് പ്രവർത്തിച്ചതും അറിയാവുന്നതാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ മലമേഖലയിൽ വരുന്നത് ഒന്നാമത്തെ മണ്ണെടുപ്പ്, അത് ഓരോ ആവശ്യങ്ങൾക്ക് മണ്ണ് കൊണ്ടുപോകല്, പിന്നെ പാറ പൊട്ടിക്കൽ, അങ്ങനെയുള്ള പല കേസിൽ. ബീച്ചിൽ അത്ര വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചില ചെരുവുകളിൽ വെള്ളം വന്ന് കയറി മറിഞ്ഞ വീട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ ചില കേസിൽ ഞങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ മണ്ണൊലിച്ചു വരുന്ന നീർച്ചാലുകളുണ്ട്. അവിടെ ബ്രഷ്വുഡ് എന്ന് പറയുന്ന ചെക്ക് ഡാമുണ്ട്. അതായത് നമ്മൾ വേര് മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് മണ്ണൊലിപ്പ് തടയിലും വെള്ളം കെട്ടി നിർത്തലും. അതന്നെ നല്ല ചെക്ക് ഡാമുണ്ട്. അതായത് കരിങ്കല്ല് കെട്ടി വെള്ളം സ്റ്റോർ ചെയ്യുക. അപ്പോൾ മണ്ണൊലിപ്പ് കുറയും, അനിമൽസിന് വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം കിട്ടും ചെയ്യും. പിന്നെ കൂടുതൽ അനിമൽസിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മറ്റത് പിന്നെ സാറന്മാർ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് അഭിപ്രായമുള്ളൂ. അതായത് അനിമൽസ് വരാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ വേസ്റ്റ് നമ്മൾ നിർത്തണം. അതായത് നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിൽ ഫുഡ് എടുത്ത് വലിച്ചെറിയാണ്. ഇത് അനിമൽസിനുള്ള പ്രത്യേകത, ഉറകൾ പല കളറുകൾ കാണുമ്പോൾ ഇവർക്ക് ആകർഷണം കൂടും. അങ്ങനെ അവർ വന്ന് ഫുഡ് അടിക്കുക, അങ്ങനെ പ്ലാസ്റ്റിക് പോയിട്ട് പോയിട്ട് കുറേ അനിമൽസ് അതിരമ്പളി വാഴച്ചാലൊക്കെയും പോയിട്ടുണ്ട്. നമ്മുടെ അവിടെ തന്നെ വേസ്റ്റ് എറിയുന്ന പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെയും ഒഴിവാക്കുക. പിന്നെ ഈ നീർച്ചാലുകൾ ഇതേമാരെ ബ്ലോക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും അനിമൽസ് കടക്കാതിരിക്കാൻ ചെയ്യേണ്ടത് ട്രഞ്ച് മാത്രമേ പറ്റുള്ളൂ.
അതായത് ബൗണ്ടറിയിൽ വലിയ കനാലുമാരുള്ള ട്രെഞ്ച് വെച്ച ഒരു അനിമൽസും ഇങ്ങോട്ട് കിടക്കില്ല. ഇവിടെ ഞങ്ങൾ സർക്കാർ ചെയ്യുന്നത് പെൻസിലിംഗ് ആണ്. അതായത് ഹാങ്ങിങ് പെൻസിലുണ്ട്, എർത്ത് ഇടുന്നത്. ഇതൊക്കെയും ശാശ്വത പരിഹാരമല്ല. ഒരു 2-3 മാസം ഇത് മേക്കപ്പ് ചെയ്തുകൊണ്ടാവും. പിന്നെ അടികാരിൽ വളർന്നു, അതിലർത്ത് വന്നു. ആനയ്ക്കും നമ്മളെക്കാളും ബുദ്ധിയുള്ളത് ആനയും മറ്റുള്ള അനിമൽസൊക്കെ. അതായത് എന്തെങ്കിലും ഒരു ഷോക്ക് കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അവർക്ക് അറിയാതെ അടുത്തൊരു ഷോക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അങ്ങനെ എത്ര കാശ് സർക്കാർ കളഞ്ഞു ഏത് ഈ എർത്ത്. അപ്പോൾ അതൊക്കെയും ട്രെഞ്ച് വരാമെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതായത് സർക്കാർ അതിനൊരു തീരുമാനം. അപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് ട്രെഞ്ചാണ്. അത് വെച്ചാൽ ഒരു അനിമൽസ് പന്നി വരെ കിടക്കില്ല. കൃഷി അന്തസ്സായിട്ട് അവിടെ ഉണ്ടാവും. പണ്ട് ബീച്ചിൽ കൃഷി ചെയ്യുന്ന കപ്പ കൃഷി ചെയ്തവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാമിൽ വെള്ളം നിറഞ്ഞ് ഇറങ്ങി പോകുന്ന അനുസരിച്ച് കൃഷി ചെയ്തുകൊണ്ടിരും. പക്ഷേ ഇതൊക്കെ പന്നി നശിപ്പിക്കാൻ ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ വേസ്റ്റാണ് മെയിൻ എല്ലായിടത്തും. അതിരമ്പളി വാഴച്ചാലൊക്കെ ഇതന്നെ എത്ര ശ്രമിച്ചാലും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരികയാണോ, സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമാണ്. ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ മേഖലയിലെല്ലാം പറയുന്നുണ്ട് ഈ വലിയ ചെരിവുള്ള മേഖലയിൽ ഉയരങ്ങളിൽ വെള്ളം കെട്ടി നിർത്തരുത് എന്നുള്ളത്. ഈ കുറാഞ്ചേരിയിൽ അത് പറയുകയുണ്ടായിരുന്നു. വയനാട്ടിലും ഇതുപോലെ ചില എസ്റ്റേറ്റുകൾ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുകൾ പണിയുന്ന റിസോർട്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്തരം മേഖലകളിൽ ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വനമേഖലയിൽ സർക്കാർ സംവിധാനത്തിൽ തന്നെയാണ്, വനം വകുപ്പ് തന്നെയാണ് ചെറിയ ചെക്ക് ഡാമുകളൊക്കെ പണിയുന്നത്. എന്നിരുന്നാൽ പോലും അതിലൊരു നെഗറ്റീവ് കൂടിയില്ല എന്നാണ് ചോദ്യം. അല്ല, അതിലെന്ന് വെച്ചാൽ നമ്മൾ മലയുടെ ഏറ്റവും ടോപ്പിൽ പോയിട്ടില്ല അത് ചെയ്യുക. മലയുടെ മുകളിൽ നിന്ന് വരുന്ന നീർച്ചാലുകളുണ്ട്. ഏത് വെള്ളത്തിലേക്ക് ഓരോ ഡാമിൻ്റെ സൈറ്റിലേക്ക് വരുന്നത് അവിടെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അങ്ങനെയുള്ള കുറേ നീർച്ചാലുകളുണ്ട്. അപ്പോൾ കുറേ മണ്ണൊലിപ്പ് ബ്ലോക്കാവും. ഇപ്പോൾ ഡാമിൽ പീച്ച് ഡാമിൽ വെച്ചാൽ മണ്ണ് വന്ന് ഇനി അത് എടുക്കേണ്ട സഖ്യത എടുക്കേണ്ട കാലഘട്ടമായി. പക്ഷെ അതൊന്നും സർക്കാർ നടക്കണ കാര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ഓരോ ഇതുകള് നമ്മൾ ഓരോ DFOമാര് ഇതിലെനിക്ക് ഒരു പരാതി കൂടി വരികയുണ്ടായിരുന്നു. ഈ വനമേഖലയിലുള്ള ഇത്തരം നീർച്ചാലുകളുടെ ഒഴുക്ക് സുഗമമാക്കാനായിട്ട് മഴയ്ക്ക് മുമ്പായിട്ട് ക്ലീനിങ് ഒരു പ്രക്രിയയുണ്ട്. അത് വനംവകുപ്പിൽ ഉദ്യോഗസ്ഥരുണ്ടാവും. ചിലപ്പോൾ താൽക്കാലിക ജോലിക്ക് ആളെ എടുത്തിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. അത് വടക്കാഞ്ചേരി വാഴാനി മേഖലയിൽ ചെയ്യാറുണ്ട്, ഈ പീച്ചിയിലുണ്ട്, മറ്റേ അതിരപ്പള്ളി വനമേഖലയിലൊക്കെ ഉണ്ട്. നാട്ടിൻപുറങ്ങളിൽ പോലും കാന വൃത്തിയാക്കാൻ ആളില്ല, ഫണ്ടില്ല എന്ന രീതിയിൽ നിൽക്കുമ്പോൾ അവിടെയും ഇതൊന്നും നടന്നിട്ടില്ല എന്നൊരു പരാതി ഉയർന്നിരുന്നു. ശരിയാണോ? അതായത് പണ്ടൊക്കെ ഇത് ചെയ്തിരുന്നു. ഇപ്പോൾ സർക്കാരിന് ഫണ്ടിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പിന്നെ വാച്ചർമാരിപ്പോൾ എടുക്കണില്ല. ഉള്ള വാച്ചർമാരെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വാച്ചർമാർ കാശിൻ്റെ കുറേ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. എന്നുവെച്ചാൽ 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് അവർ കാശ് കിട്ടണുള്ളൂ. അപ്പോൾ അതനുസരിച്ച് കുറേ ഫണ്ടുകൾ ഇപ്പോൾ ഇല്ലാണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് നമ്മൾ മറ്റേ സാറന്മാരോട് ചോദിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അങ്ങനെയാണ് അത് കുറവല്ലോ. പിന്നെ കാട്ടിൽ നമ്മളധികം അതായത് ഫയർ വർക്ക്, ഫയർ ലൈൻ, അതായത് കാട് തീ വരുമ്പോൾ ഒരു ഫയർ ലൈൻ വർക്ക് ഉണ്ട്. അത് ചില സ്ഥലത്തൊന്നും ഇത് നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ കാട് ഫയർ വരുന്നത് എന്താ കാരണം? തന്നെ കത്തണതല്ല, ജനങ്ങൾ കത്തിക്കുന്നതാണ്. ജനങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരൊരു സൈഡിൽ നിന്ന് തീരും. തീയിട്ട് വരുമ്പോൾ ഫയർ ലൈനാണ് പിന്നെ അത് ബ്ലോക്ക് ചെയ്യുക. അതായത് ഫയർ ലൈൻ വരുന്നു നിൽക്കണു. അല്ല, ഈ ഫണ്ടില്ല എന്ന പേരിൽ ഫയർ ലൈൻ തന്നെ കുറേ നാളുകളായിട്ട് എവിടെയും പണിയുന്നില്ല എന്ന് പണിയുന്നില്ല. അപ്പോൾ ചില അപകടം പിടിച്ച ഏരിയകളിൽ മാത്രം ഫയർ ലൈൻ ചെയ്യുന്നു. ഈ പ്രാവശ്യം ഞങ്ങളവിടെ ഫയർ ലൈൻ എടുത്തു. അല്ല, ഇപ്പോൾ ഫയർ ലൈൻ ഇല്ല, ഈ നീർച്ചാലുകൾ മഴയ്ക്ക് മുമ്പ് വൃത്തിയാക്കുന്ന സംവിധാനങ്ങളില്ല. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ളത് മാത്രമാണ്. അത് ചില സ്ഥലങ്ങളിൽ ഇല്ല എന്നുള്ളൂ. ചിലയിടത്ത് കറക്റ്റ് പക്ക കറക്റ്റായിട്ട് പോകണം. ഞങ്ങളുടെ അവിടേക്ക് അത് കറക്റ്റാണ്. അത് ഏതൊരു കൊല്ലാണ്ട് ഉണ്ടായിട്ടില്ല. ശ്രീമതി ഓമന, താങ്കളുടെ മേഖലയ്ക്ക് എങ്ങനെ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിലെല്ലാം, അതുമാത്രമല്ല മലയോര കർഷക സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ വർഷങ്ങളായിട്ട് ഇടപഴകുന്നതാണ്. മുൻകാലങ്ങളിൽ അത് കൃത്യമായി നടന്നു പോയിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നു. സമീപ വർഷങ്ങളിൽ ഇല്ല എന്നുള്ളത് പരാതി മാത്രമല്ല, നമുക്ക് കൃത്യമായി അറിയുന്ന സംഭവങ്ങൾ കൂടിയുണ്ട്. ഇതൊക്കെ ഈ കെടുതികൾക്ക് ആക്കം കൂട്ടുകയല്ലേ? എന്താ അനുഭവം? തീർച്ചയായിട്ടും അതെ. ഇപ്പം നേരത്തെ അനീഷ് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. അനീഷ് പറഞ്ഞല്ലോ, പുലിക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ ഉരുളുപൊട്ടൽ പോലുള്ളൊരു സംഗതി ഉണ്ടായി. 5-6 കുടുംബങ്ങൾ ഒരു കുന്നിൻ്റെ ചെരുവിലാണ് അവർ താമസിച്ചിരുന്നത്, ഗോകുലം കുടുംബവും. അപ്പോൾ അവരുടെ അത്രയും 5-6 കുടുംബങ്ങൾ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആ പ്രദേശം KFRAയുടെ ബൗണ്ടറിയിലാണ്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബൗണ്ടറിയിൽ. അതിൻ്റെ പിൻഭാഗം വലിയ കവരമ്പള്ളി കുന്ന് എന്ന് പറഞ്ഞ വലിയ കുന്നും പ്രദേശമാണ്. ഇപ്പോൾ വന്യജീവികൾ ഏറ്റവും അധികം വന്ന് താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. അവിടെ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത്, ഇപ്പോൾ നേരത്തെ സേവർ സാർ പറഞ്ഞിരിക്കും, ഞാൻ വരികയാണ്, ഫയർ ലൈൻ തെളിക്കാത്തത് കൊണ്ട്
വളരെ വലിയ തീപിടുത്തമുണ്ടായി പുലിക്കണ്ണി മേഖലയിൽ. പുലിക്കണ്ണി കവരമ്പള്ളി കുന്നിൻ്റെ താഴ്വാരം ഒരു ദിവസം മുഴുവനും നിന്ന് കത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ KFRIയുടെ ആ ബൗണ്ടറിയിൽ അവരെല്ലാ വർഷവും ഫയർ ലൈൻ തെളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റും ഈ വർഷം അതിനൊരു കുറവ് സംഭവിച്ചു, അവർ തെളിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വളരെ വലിയ തീപിടുത്തമുണ്ടായി. പിന്നെ സേവർ സാറ് പറഞ്ഞൊരു കാര്യം, ജനങ്ങൾ തീ വിടുക എന്നുള്ളത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മഴക്കാലമായാലും വേനൽക്കാലമായാലും അതുപോലെ തന്നെ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന സമയത്തായാലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വനംവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് പല സമയത്തും ചെയ്യാത്ത ഒരുപാട് അപാകതകൾ നമ്മുടെ ആ മലയോര മേഖലയിലും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് ഫണ്ടില്ലാണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത് ശ്രദ്ധ കുറവ് വളരെ വലിയ തോതിലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 2000-ന് ശേഷമാണ് വന്യജീവി ആക്രമണം വളരെ വലിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ കേരളം മൊത്തം മലയോര മേഖലയിലെ ജനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വന്യജീവി ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ട ഈ വർഷങ്ങളിൽ പോലും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്താണെന്ന് കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന് പദ്ധതി വെക്കാനോ ഈ ഇതുപോലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കോ സർക്കാരിന് കഴിയുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അനുഭവമായിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അദ്ദേഹം വനംവകുപ്പിലുണ്ടായിട്ടുള്ള അത് മാത്രമല്ല, വനം വകുപ്പിൽ നിന്ന് പൊതുജനത്തിനുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സൗഹൃദപരമായ അന്തരീക്ഷമല്ലാതെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ഒട്ടേറെ പരാതികൾ ഉയർന്നു കഴിഞ്ഞു. അത് ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനമൊട്ടാകെ വലിയ പരാതികൾ ഉയരുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അനീഷിലേക്ക് വരുമ്പോൾ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ പഠനങ്ങൾ നടന്നു എന്ന് പറയുന്നു. നേരത്തെ ഉണ്ടായിട്ടുള്ള പഠനം പോലും സംസ്ഥാന വ്യാപകമായിട്ടുള്ളൊരു പഠനമാണ്. ഈ പുലിക്കണ്ണിയിലുണ്ടായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രം ഒഴിഞ്ഞു നിൽക്കുന്ന എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു ഉരുൾപൊട്ടൽ. പക്ഷേ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഒരു കൃത്യമായ പഠനം നടത്തി നിർബന്ധപൂർവ്വം അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ച് ഇത്തരം മേഖലകൾ ഉരുൾപൊട്ടൽ വളരെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് എന്നെല്ലാം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതാണ്. അതൊന്നുമില്ലാതെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ള സംഘടനകളൊക്കെയാണ് ഇത് പഠനം നടത്തുകയും ജനങ്ങളെ അവബോധം ചെയ്യുകയും ചെയ്യുന്നത്. അതല്ലേ വാസ്തവം? അല്ല, ഒരുപാട് സംവിധാനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. 2018 വെള്ളം പ്രളയത്തിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ള എനിക്കൊന്ന് ഇതൊക്കെ നമ്മളിപ്പോൾ പറയുന്നത് ഓരോ പ്രദേശത്തും നേരത്തെ അത് ഓമനേച്ച് സൂചിപ്പിച്ചു. നമുക്ക് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് ഇടപെടൽ വേണ്ടി വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ചെങ്ങാലൂരിലൊരു മഴമാപിനി വെക്കുന്നത് ചെങ്ങാലൂരിൻ്റെ മഴ അളക്കാനാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മഴ എന്നോ തൃശ്ശൂർ ജില്ലയുടെ മഴ എന്നൊന്നും പറഞ്ഞിട്ട് മഴയില്ല. ഇപ്പോൾ അതത് പ്രദേശത്തിൻ്റെ മഴയാണ്. നമ്മൾ കൂമ്പാരമേഘങ്ങളെ കുറിച്ചിട്ടും അല്ലേ ഈ വലിയ തോതിലുള്ള പെയ്ത്തിറങ്ങുകളെ കുറിച്ചിട്ടൊക്കെ പറയണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ 2018 പ്രളയത്തിന് ശേഷം നമ്മൾ കേരളത്തിനകത്ത് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം KSDMA ആയിട്ട് ബന്ധപ്പെട്ട കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അങ്ങനെ അതിലെ ജിയോളജി വിഭാഗത്തിലും ആ രീതിയിൽ നിൽക്കുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റായി ബന്ധപ്പെട്ട എക്സ്പെർട്ടൈസ് ഇതിനകത്തുണ്ട്. ആ KSDMA വഴിയിട്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എന്തുണ്ടാക്കണം? ഈ ദുരന്ത ലഘൂകരണ പദ്ധതി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ദുരന്ത ലഘൂകരണ പദ്ധതി ഉണ്ടാക്കേണ്ടുന്ന പഞ്ചായത്തുകൾ നമ്മുടെ മലയോര പഞ്ചായത്തുകളാണ്. ഏതെങ്കിലും പഞ്ചായത്തുകളിൽ ദുരന്ത ലഘൂകരണ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ ചോദ്യം, അതായത് ഒരു ഉദാഹരണമായി സമീപത്ത് കേരളം ചർച്ച ചെയ്താണ് വിഴിഞ്ഞത്ത് കപ്പൽ മുങ്ങി പ്ലാസ്റ്റിക് ഉൾപ്പെടെ കരയ്ക്കടിഞ്ഞപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡും ഈ ദുരന്ത നിവാരണ അതോറിറ്റിയും അത് എന്ത് ചെയ്തു, അവർക്ക് എന്ത് സംവിധാനങ്ങളുള്ളത് എന്നത് കേരളം തിരിച്ചറിയുകയാണ്. അതെ, എന്റെ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനെ ദുരന്ത ലഘൂകരണ പദ്ധതി ഉണ്ടാക്കാൻ ഇപ്പൊ ജില്ലയിൽ നമ്മൾ കില നമ്മൾ കേരള ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആ കിലയിലൊരു എക്സ്പെർട്ട് ഗ്രൂപ്പ് പഞ്ചായത്തുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ പഞ്ചായത്തുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് പഞ്ചായത്തുകൾ സമീപിക്കുന്നുണ്ടോ? നമ്മൾ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ 2018 പ്രളയത്തിന് ശേഷം അത് പ്രോജക്റ്റുകൾ ഇത്തരം ദുരന്ത ലഘൂകരണ പദ്ധതികളെ പ്രോജക്റ്റ് പരുവത്തിലേക്ക് ആക്കാൻ അങ്ങനെയാണല്ലോ ഫണ്ട് നീക്കി വെക്കുക. കലാകാരൻ പറഞ്ഞു പത്രത്തിലുണ്ട് പാത്രത്തിലില്ല എന്നുള്ളത്. ഈ കില പേപ്പറുകൾ നൽകുന്നു, പക്ഷെ ഇതെല്ലാം ഭൗതികമായി ചെയ്യണ്ടേ? അങ്ങനെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തില് വർക്കിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ദുരന്ത ലഘൂകരണത്തിനും ജൈവ കൃഷി കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കിംഗ് ഗ്രൂപ്പാണ്.
ആ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഞാൻ കുറച്ച് പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിച്ചു. അതായത് നമ്മുടെ മേഖലയിലെ കുറച്ച് പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിച്ചു. ഒരൊറ്റ യോഗമാണ് ആ വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാലത്ത് നടത്തിയ യോഗം കഴിഞ്ഞാൽ ഒരു യോഗം ചേർന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഈ ദുരന്തങ്ങളൊക്കെ ദുരന്തത്തിൻ്റെ തലേദിവസമാണ് ഓർമ്മ വരുന്നത് എന്നുള്ള രീതി. പ്രളയത്തിൻ്റെ തലേദിവസം ഈ കാര്യങ്ങൾ ഓർമ്മ വരുന്നു എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിഷയം ഈ പുലിക്കണ്ണി ഇത്രയേറെ ഗുരുതരമായ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് പുലിക്കണ്ണി മാത്രമല്ല, അല്ല, ഞാൻ ഒരു ഉദാഹരണമായി പറയുമ്പോൾ ഇപ്പോഴും അവിടെ ആളുകൾ വന്ന് താമസിക്കുമ്പോൾ അവരെ ഈ ദുരന്തത്തിലേക്ക് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്യുന്നത്? നിർബന്ധപൂർവ്വം വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി ഇത്രയേറെ ഗൗരവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായി അവർക്ക് അവർ താമസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ ദുരന്ത സാധ്യതയുള്ള ഒരു മേഖലയിൽ നിന്ന് താമസിക്കുമ്പോൾ അതിൽ വീഴ്ചയുണ്ടായിട്ടില്ലേ? അതെ, ദുരന്ത സാധ്യതയുള്ള മേഖലയിലെ നമ്മൾ താമസം എന്നുള്ളൊരു കാര്യം, അവിടെ എത്രമാത്രമാണ് ഒരു ജാഗ്രത വേണ്ടത്? അതായത് അവിടെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ? അതായത് ഇപ്പോൾ 150 മില്ലിമീറ്റർ മഴ പെയ്തു 28-29 തീയതികളിൽ. നമ്മുടെ ഏതെങ്കിലും അതോറിറ്റിക്കാർ, ഏതെങ്കിലും അധികാരികൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ദുരന്ത സൂചകങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയണ അത് പെട്ടെന്ന് മനസ്സിലാവും എക്സ്പെർട്സിന്. അത്തരം സാധ്യതകൾ അവിടെ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് തൊട്ടപ്പുറത്ത് എച്ചിപ്പാകയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ അവിടെ ഉണ്ടായത് വലിയൊരു ഉരുൾപൊട്ടലാണ്. കുറാഞ്ചേരിയിലെ ഉരുൾപൊട്ടലിൽ 19 പേര് മരണപ്പെട്ടത് ജനവാസ മേഖല ആയതുകൊണ്ടാണ്. എച്ചിപ്പാകയിൽ ഉണ്ടായത് കാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ സ്കാറിന് എത്ര 160 മീറ്ററാണ് അതിൻ്റെ ഉരുൾപൊട്ടി പോകുന്നത്. അടിയിൽ ജനവാസം ഇല്ല. ചിമ്മിനിയിലേക്ക് പോകുന്ന ആൾക്കാരാണ് പിന്നെ ആ വഴിയിലുണ്ടാവുക. ആ വാഹനങ്ങൾ ഉണ്ടായില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അവിടെ നേരത്തെ സേവ്യർ സാഹ് പറഞ്ഞ ഒരു കാര്യമാണ്. അതിനകത്ത് അവിടെ വനം കത്തിപ്പോയതാ. വനം കത്തിപ്പോയിട്ട് 3-4 വർഷം മുമ്പുണ്ടായ കത്തിപ്പോക്കാണ്. അതായത് ഫോറസ്റ്റ് വലിയ തോതിൽ കത്തി വരൾച്ചയുടെ കാലത്ത്. ആ കത്തിയ സമയത്ത് അവിടുത്തെ വൻ മരക്കുറ്റികൾ അത് ദ്രവിച്ച്, ആ ദ്രവിച്ച മരക്കുറ്റികളുടെ ഉള്ളിലേക്ക് വെള്ളമിറങ്ങിയതാ. ആ വെള്ളമിറങ്ങിയ മരക്കുറ്റികൾ, ആ ദ്രവിച്ച മരക്കുറ്റികൾ ഉൾപ്പെടെ ആ മണ്ണും ആ ദ്രവിച്ച പാറയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാട് കത്തുന്നു എന്ന് പറയുമ്പോൾ കാട് കത്തുന്നത് 3-4 വർഷങ്ങൾക്കപ്പുറത്ത് ഒരു ഉരുൾപൊട്ടലായി രൂപാന്തരം പ്രാപിക്കുക. നോക്കൂ, ഈ അർത്ഥത്തിൽ നമ്മൾ എച്ചിപ്പാക കാണൂ, നടത്തക പഞ്ചായത്ത്, നമ്മുടെ പുത്തൂര് പഞ്ചായത്തിൻ്റെ എട്ടാങ്കല്ലും അത്തരം പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുക്കുന്ന പണികൾക്ക് കൂടാതെ നമ്മളുടെ കൃഷി എന്നുള്ള രീതി, ഇപ്പോൾ നമ്മൾ ഓമനിച്ചി കൃഷിയുടെ ഒരു സംഘടന പ്രവർത്തിക്കുകയാണല്ലോ. എനിക്ക് തോന്നുന്നത് ഇഞ്ചുക്കുണ്ട് എന്ന് പറഞ്ഞ മേഖല ഞങ്ങളുടെ ഒരു മേഖലയാണ്. ഇഞ്ചുക്കുണ്ട് മേഖലയിൽ 75 വർഷമായി അവിടെ പ്രവാസത്തിൻ്റെ 75 വർഷം. കൃഷിക്കാർ മധ്യ തിരുവിതാംകൂർ എന്നുള്ള പ്രവാസമാണ് ഉദ്ദേശിച്ചത്. അവിടെ നമുക്ക് ഒരുപക്ഷെ ഇഞ്ചുക്കുണ്ട് പോയാൽ നമ്മൾ തൊഴുതു പോകും. കാരണം അവിടെ ഈ കൃഷിക്കാരായിട്ടുള്ള മനുഷ്യർ ചെയ്ത അത്ഭുത പ്രവൃത്തികളാണ്. അവർ ഈ കുഞ്ഞു മട്ടിക്കല്ലുകൾ പറക്കിക്കൊണ്ടുവന്ന് അവിടെ ഓരോ കുന്നിൻ ചെരുവിലും അവർ ഒരു ടെറസുകൾ ഉണ്ടാക്കിയിട്ടുള്ള രീതിയുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മേലെ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിച്ചുകൂടാ. അതായത് പ്രൈമറി സ്ട്രീംസ്, അതായത് ഫസ്റ്റ് ഓർഡർ സ്ട്രീം എന്നാണ് ജിയോളജിക്കാർ പറയുക. ഫസ്റ്റ് ഓർഡർ സ്ട്രീം മഴ പെയ്യുമ്പോൾ രൂപപ്പെടുന്ന ചാലുകൾ കട്ട് ചെയ്തുകൂടാ. ശ്രീ സേവ്യറിലേക്ക് വരാം. ഇത്തരം ദുരന്ത സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളുണ്ട് എന്നല്ലേ നമുക്കറിയാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കുക എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പിന്നീട് അതിനുള്ള നടപടിക്രമങ്ങൾ. ഇപ്പോൾ വനമേഖലയിൽ ഏറെക്കാലം ജോലി ചെയ്തൊരു വ്യക്തിയാണോ താങ്കൾ? പീച്ച് വനമേഖലയിൽ ഒരുപാട് വർഷങ്ങൾ. അവിടെയും ഇത്തരപോലുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോൾ ഒരു നിർദ്ദേശം ഉണ്ടാവുമല്ലോ. ആദ്യം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം അവർ സമീപിക്കുക വനംവകുപ്പിനെയാണ്. അങ്ങനെ ഇത്തരം ഒരു ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ ഒരു മലയിടിച്ചിൽ ഭീഷണിയൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്? വനംവകുപ്പ് മാത്രമാണോ, അതൊരു ക്രോഡീകരിച്ചിട്ടുള്ളൊരു സംവിധാനം, അങ്ങനെയൊരു രീതി നിർദ്ദേശിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങൾ വനംവകുപ്പ് വീടുകളിൽ ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയും. അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് വനംവകുപ്പ് മാത്രമാണോ മറ്റു മേഖലയിൽ? ആദ്യം ഞങ്ങൾ ചെന്ന് പറയും. വനംവകുപ്പാണ് അടുത്ത് കിടക്കുന്നത്. പിന്നെ ഔദ്യോഗികമാണ്, പിന്നെ കലക്ടറും മറ്റേ എല്ലാ പാർട്ടി ഇവരെ ഇടപെടാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് മാറി താമസിക്കുക. പക്ഷെ നമ്മൾ എത്ര പറഞ്ഞാലും സ്വന്തം വീട്ടിൽ നിന്ന് അവർ മാറില്ല. എന്നുവെച്ചാൽ അവർ ഇവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ പീച്ചിൽ അങ്ങനെ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല കേട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മണ്ണ് ഇടിച്ചിൽ വേറെ അപകടമില്ലാത്ത കേസുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ
അതെ, അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ചോദിക്കുന്നത് അതിന്റെ ക്രോഡീകരണമാണ്. അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അവിടുത്തെ പഞ്ചായത്താണോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നാണോ, അതിനൊരു ക്രോഡീകരണം ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതാണോ? അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കൂടുതലായും രക്ഷാപ്രവർത്തനം എത്തുന്ന ആ പ്രദേശവാസികൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ സന്നദ്ധ വളണ്ടിയർമാരായിരിക്കും. അതാണല്ലോ നമ്മൾ പലപ്പോഴും കാണുന്നത്. മറ്റെന്ത് സംവിധാനങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തുകാരും എല്ലാവരും ഇടപെട്ട് ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരേക്കും വരും, എന്നിട്ട് കാര്യങ്ങൾ അവരോട് സംസാരിക്കും. ചിലർ ജസ്റ്റ് ഒരു പേടിച്ചിട്ടൊന്ന് മാറി നോക്കും, ചിലർ അവിടെ. ഇത് ചോദിക്കാൻ കാരണം ഇപ്പോൾ ഉരുൾപൊട്ടൽ അങ്ങനെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഫയർഫോഴ്സിൻ്റെ സേവനം ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നത് ചിലപ്പോൾ നഗരത്തിൽ നിന്നായിരിക്കും ഇവരൊക്കെ വരുന്നുണ്ടാവുക. നേരെ മറിച്ച് പ്രാദേശികമായി അവിടെ എന്തെങ്കിലും സംവിധാനമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരന്ത സാധ്യത അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ മുന്നിട്ടിറങ്ങാനുള്ള ഒരു സംവിധാനം? അവിടെ സംവിധാനം ഒന്നും ഇല്ല, വരുമ്പോഴുള്ള കാര്യങ്ങൾ തന്നെയാണ്. ശ്രീമതി ഓമനയിലേക്ക് വരുമ്പോൾ പറഞ്ഞത് ശരിയല്ലേ? എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ ഉണ്ടാവുക തദ്ദേശവാസികൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അതെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ തീപിടുത്തുണ്ടായ ദിവസം ഒരു 9:30-10 മണി സമയത്ത് ഫയർഫോഴ്സിനെ വിളിച്ച് വരുത്തിയതാണ് ഞങ്ങളവിടെ. പക്ഷേ ഫയർഫോഴ്സ് വന്ന് ഏറ്റവും കുന്നിൻ്റെ മുകൾ ഭാഗമാണ്. അവർ വന്ന് അവിടെ നിന്ന് വന്നല്ല, അത് അവരുടെ 2-3 വളണ്ടിയേഴ്സ് തീ കെടുത്താൻ വേണ്ടി കൂടി അവിടെയുള്ള ജനങ്ങളുടെ കൂടെ. അതല്ലാതെ ഈ ഫയർഫോഴ്സിലുള്ള അതിലത്തെ വെള്ളം അവിടെ ആ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്താൻ അവർ ശ്രമിച്ചേ ഇല്ല എന്നുള്ളതാണ്. ഒരു 5 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ബഹളം വെച്ച് വീണ്ടും തീ ആളി കത്തി പടരുന്ന ഒരു അവസ്ഥയാണ്. അത്ര സമയം അവരോട് നോക്കി നിൽക്കുക ചെയ്തത്. അവിടെ മറ്റ് ജനപ്രതികളോ അല്ലെങ്കിൽ മറ്റ് വില്ലേജ് ഉദ്യോഗസ്ഥരോ പഞ്ചായത്തിൻ്റെ ആളുകളോ ഒരാളും തന്നെ രാവിലെ തൊട്ട് വാർത്താമാധ്യമങ്ങളിൽ ഇപ്പോൾ TCV ഒക്കെ സംപ്രേഷണം ചെയ്തിരുന്നു, ഓരോ ഘട്ടങ്ങളും ഞങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷേ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാനോ തീ കെടുത്താനോ അവിടെയുള്ള ഫയർഫോഴ്സ് സംവിധാനം അവർ ഇത് കൊണ്ടുവന്ന വെള്ളം പോലും അവിടെ ഒഴിക്കാൻ തയ്യാറായില്ല. ഒരു 5-5:30 കൂടിയാണ് ഞങ്ങൾ ബഹളം വെച്ചപ്പോഴാണ് അവരെ വെള്ളം ഒഴിച്ച് കുറച്ച് ആ തീ അവിടെ ശാന്താക്കാൻ സാധിച്ചത്. അപ്പോൾ അതൊക്കെ അവർ ഞങ്ങളെ വഴക്ക് പറയുക ചെയ്തത്, ഞങ്ങൾ നാട്ടുകാരെ ഇടപെട്ടപ്പോൾ. അതിനുശേഷമാണ് അവരെ വെള്ളം പോലും അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സംവിധാനങ്ങൾ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ഇതാണ്. ഇപ്പോൾ മലയോര മേഖലയിൽ ഇപ്പോൾ 1-2 വിഷയം കൂടി എനിക്കവിടെ പറയാനുണ്ട്. ഈ മലയോര മേഖലയിൽ വന്യജീവി ആക്രമണത്തിന് പുറമെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ എത്തുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായാലും പഞ്ചായത്തായാലും വില്ലേജൊക്കെ ആയാലും കളക്ടർ തന്നെ ആയാലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തണേ. അതല്ലെങ്കിൽ 2018 പ്രളയത്തിന് ശേഷം ഇതുപോലുള്ള അതിതീവ്ര മഴ പെയ്യുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള കെടുതികളുണ്ടാകുന്ന പ്രദേശങ്ങളെ മുൻകൂട്ടി സന്ദർശിച്ച് അവർക്ക് അവിടെ മതിയായ പദ്ധതികൾ ഉണ്ടാക്കാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ദുരന്തങ്ങൾ ഓരോ വർഷം കൂടി വരുന്നത്. ഇനിയും കൂടുകയും അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. അതായത് വനം വകുപ്പ്, വില്ലേജ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പോലീസ്, അവിടെയുള്ള പ്രധാനപ്പെട്ട സംഘടനയിലെ പ്രതിനിധികൾ, അങ്ങനെ ഒരു പ്രത്യേക ഒരു കൂട്ടായ്മ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടപെടാനായി മുൻകൂട്ടി രൂപീകരിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ അറിവിൽ. മഴക്കെടുതി വരുമ്പോൾ അതിന് മുൻകൂട്ടി അങ്ങനെ ഒരു കൂട്ടായ്മ ഇതുവരെ അവിടെ ചെയ്തിട്ടില്ല, എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ജനങ്ങൾ ഇപ്പോൾ വന്യജീവി വന്ന സമയത്ത്, വന്യജീവി ആക്രമണം കൂടിയ സമയത്ത്, കാട്ടാനാക്രമണം ഉണ്ടായ സമയത്ത് ഞങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും പോലീസ് അതുപോലെ തന്നെ പഞ്ചായത്ത്, വില്ലേജ് ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ യോഗം വിളിച്ച് ആ ഒരു സംവിധാനം ഇപ്പോഴവിടെ മുൻപോട്ട് പോകുന്നുണ്ട്. അതായത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാട് കത്തിയോടുകൂടിയാണ് ഇതിൻ്റെ ഭയങ്കര താളത്തെറ്റൊക്കെ ഉണ്ടായത്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കൊഴിയുന്ന ഇലകളും മറ്റു കമ്പും ചില്ലകളൊക്കെ വീണ് കാട് അത്രയും കട്ടി സ്പോഞ്ച് മാതിരിയാണെന്ന് പറയാം. അതിനെ ഇങ്ങനെ കിടന്നിരുന്നാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഡ്യൂട്ടിക്ക് വരുമ്പോൾ. എത്ര മഴ പെയ്താലും വെള്ളം ഒലിച്ചു പോവില്ല. വെള്ളം ഇതിങ്ങനെ വലിച്ച് മാക്സിമം കുന്ന് നനഞ്ഞിട്ടാണ് പിന്നെ വെള്ളം പൊള്ളോ. ഇതൊരു സുപ്രഭാതത്തിൽ പിന്നെ കാട് കത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ 2-3 പ്രതികളെ പിടിച്ചിട്ടുള്ളതാണ്. കാട് കത്തിക്കുക, കാട്ടിനുള്ള പ്രത്യേകത ഒരു കോർണറിൽ തീയിട്ടാൽ പിന്നെ ഇത് ഭൂപടം കത്തണമാരെ കത്തി. എങ്ങനെ കത്തിയാലും ഏത് ഫയർ സർവീസ് വന്നാലും ഇത് കിടത്താൻ പറ്റില്ല. അതായത് ഞങ്ങൾ ഫയർ ലൈൻ ഇടാ ചെയ്യുക. അതായത് കാട് അവിടെ നിന്ന് കത്തി വരുന്നു, ഇവിടുന്ന് ഇലകൾ മാറ്റി ചാലായിട്ട് തൊട്ടുകൊണ്ടാണ് കോർണ സാധനം അല്ലെങ്കിൽ തല്ലി കിടന്ന സാധനം ഇതിട്ടാകുമ്പോൾ ഇവിടുന്ന് കത്തി ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യും. എന്തേലും ഉണക്കമരം തീ പിടിച്ചോ അത് നേരെ മറിഞ്ഞ് അപ്പുറത്ത് കത്തി, നമ്മൾ കിടത്താം അവിടെ കത്താം. അങ്ങനെയാണ് കാടിൻ്റെ ഇത്. പിന്നെ ഫയർ പൂവാള വണ്ടി അങ്ങനെയുള്ള ട്രക്ക് പാത്തുകളൊക്കെ ഇടണം. അതൊന്നും കാട്ടിൽ നടക്കണ ഈ കുന്നിൻ്റെ മുകളിലൊന്നും അവരെ വണ്ടി കയറില്ല. പിന്നെ ഇതിൽ ഫയർ ചെയ്യുന്ന ഒരു കുറ്റിയുണ്ട്, 20 ലിറ്റർ കുറ്റി. അത് വെച്ചിട്ട് നമുക്കിങ്ങനെ തോളിലിട്ട് സ്പ്രേ ചെയ്യാം. വെള്ളം കഴിഞ്ഞ് എന്ത് ചെയ്യും, താഴോട്ട് ഡാമിലേക്ക് വരണം വെള്ളം ഇടക്കാൻ.
അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ ആനിമൽസിനെ കുറയ്ക്കാൻ എൻ്റെ ഒരു ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ആനിമൽസിനെ കുറയ്ക്കണമെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളമാരെ ഹണ്ടിങ്, ഇതിനെ വെടിവെച്ച് കൊന്നാൽ ഇത് അത് കച്ചവടം ചെയ്യാനുള്ള മീറ്റ് സപ്ലൈ ചെയ്യാനുള്ളത് നമ്മുടെ സർക്കാരിനെ ഏറ്റെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ബ്രദർമാർ പുറത്താണ്, അവിടെ ഒരു ഏരിയയിൽ ഹണ്ടിങ് ആണ്. വെടി വെച്ച് കഴിഞ്ഞാൽ ഇത്ര പൗണ്ട് വെച്ചിട്ട് ആൾക്കാർക്ക് ഇത് മേടിക്കാം. അങ്ങനെയൊക്കെ പിന്നെയും കുറച്ച് അനിമൽസ് കുറയും എന്ന് വിചാരിച്ചാൽ ആ നടപടിക്ക് ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിന് നമുക്കൊരു നല്ലൊരു കാര്യം വന്നാൽ ഇതിന് ചൂഷണം ചെയ്യാൻ നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അതാണ് ഇതിനുള്ള പ്രശ്നം. ഇതുപോലെ ഒരു വലിയ വിഷയം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഉണരും, അപ്പോൾ എല്ലാവരും ഓടിയെത്തുന്നല്ലാതെ നമുക്ക് വേണ്ടത് ജാഗ്രതയാണ്. അതിനായിട്ട് എന്തായിരിക്കും ഒരു മുൻകൂട്ടി തയ്യാറാക്കുന്ന, ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ പോലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവസാനം ഓടി വരുന്നു, വന്നാൽ പോലും സംവിധാനങ്ങളില്ലാതെ പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനെന്ത് മുൻകൂട്ടി കാണാനാകും എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ലെവൽ വരെ എത്തി നിൽക്കുന്നുണ്ട്. ആ എത്തി നിൽക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ അതിലേക്ക് പറയുന്നേക്കാളും മുമ്പ് ഒറ്റ കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഈ മഴക്കാലത്ത് നമ്മൾ മഴക്കെടുതിനെ കുറിച്ച് പറയും, വേനലിൽ വരൾച്ചയെ കുറിച്ച് പറയും. ഈ രണ്ട് കാര്യങ്ങളും ഏറ്റവും രൂക്ഷമായിട്ട് അനുഭവിക്കുന്ന മേഖലയാണ് മലയോര മേഖല. വെച്ചാൽ മഴക്കെടുതിയാണെങ്കിലും വരൾച്ചയാണെങ്കിലും. വരൾച്ചയാകുമ്പോൾ കാട്ടിൽ വെള്ളമില്ലാണ്ട് മൃഗങ്ങളൊക്കെ താഴേക്ക് ഇറങ്ങണു എന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്യമൃഗശല്യമായിട്ട് നമ്മൾ പറഞ്ഞു. അതേസമയം മഴക്കാലമാകുമ്പോൾ ഉരുൾപൊട്ടലും ജീവൻ അപായമായിട്ട് പറയുന്നു. ശരിക്കും ഇവിടെ മണ്ണ് ജല സംരക്ഷണം എന്നുള്ള ഒരു കാര്യം കാലങ്ങളായിട്ട് നമ്മൾ നീർത്തടാധിഷ്ഠിത വികസനം എന്നൊക്കെ പറഞ്ഞ് പരുവപ്പെട്ടു വന്നൊരു കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് ഈ മണ്ണിൽ വെള്ളം പിടിച്ചു വയ്ക്കുമ്പോഴാണ് നമ്മുടെ നീരുറവകളിൽ ജലം സംഭരിക്കപ്പെടുന്നത്. വേനൽ അങ്ങനെയാണ് നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. ആ ഒരു മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ദുരന്തങ്ങളായിട്ട് മാറുന്നത്. അങ്ങനെ ദുരന്തങ്ങളായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു മാപ്പ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൊനേഷൻ മാപ്പിംഗ്, ആ സൊനേഷൻ മാപ്പിംഗ് നടന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൊനേഷൻ മാപ്പ് ഉണ്ട്. ആ മാപ്പ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ, അത് മാപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല. മാപ്പ് ഇപ്പോൾ കിലയിൽ ഇരിക്കുന്നുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയുള്ള കളക്ടറുടെ ഓഫീസിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ മാപ്പ് വഴുതനപ്പള്ളി പഞ്ചായത്തിലുണ്ടാവും. ആ മാപ്പ് വെച്ചിട്ട് വഴുതനപ്പള്ളി പഞ്ചായത്തിൽ രൂപീകരിച്ചിട്ടുള്ള ജനങ്ങളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിട്ട് രൂപീകരിച്ചിട്ടുള്ള പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ആ മാപ്പ് വെച്ചിരുന്നിട്ടുണ്ടാകും. ഞങ്ങളുടെ ഏതൊക്കെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് വഴുതനപ്പള്ളി പഞ്ചായത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അവിടെ എന്തൊക്കെയാണ് ഡിസാസ്റ്റർ അത് ലഘൂകരിക്കാനുള്ള, ദുരന്ത ലഘൂകരണത്തിനുള്ള എന്തൊക്കെ വഴികളാണെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയിൽ 2 പഞ്ചായത്തുകളാണ്. ഒന്ന് വഴുതനപ്പള്ളി പഞ്ചായത്ത്, 2 പാണഞ്ചേരി പുത്തൂർ പഞ്ചായത്തുകൾ സ്വന്തമായിട്ട് ഡാമുള്ള പഞ്ചായത്തുകളാണ്. നമ്മൾ 2018 ചിമ്മിനി ഡാം ഓവർഫ്ലോ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ തുറന്നു വിട്ടിട്ടുള്ളൊരു അവസ്ഥ നമ്മൾ കണ്ടു. വഴുതനപ്പള്ളി അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രത്യാഘാതം അനുഭവിച്ചതാണ്. കഴിഞ്ഞ വർഷം 2024 പീച്ചി ഡാമിൻ്റെ ഒരു തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യാഘാതം നമ്മൾ കണ്ടു. പുത്തൂരും പാണഞ്ചേരിയും നടത്തറയും ഞങ്ങളുടെ ആമ്പല്ലൂരും അത് കണ്ടത്. അതായത് ദീർഘവീക്ഷണമില്ലാത്തത് കൊണ്ടാണ് ഘട്ടം ഘട്ടമായി തുറക്കണതിന് ഒറ്റയടിക്ക് തുറന്നു. നമ്മൾ എങ്ങനെയാണ് ഈ മഴകളും അതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളെയും ഒരു മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ഈ 2 പഞ്ചായത്തുകളും മിനിമം അടിയന്തിരമായി അവിടെയെങ്കിലും കൂടണം. ഏത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പും അതിന്റെ പ്ലാനും തയ്യാറാക്കാനുള്ള പണികൾ അവിടെ നിന്നെങ്കിലും ആരംഭിക്കണം. നമ്മൾ ആ രീതിയിൽ കുറച്ചുകൂടി പ്രയോഗിച്ച് പോകുമ്പോൾ നമുക്കറിയാം ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഗ്രാമങ്ങൾ ഏതൊക്കെയാണ്? ആ ഗ്രാമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രാമം പുത്തൂരല്ല, പരിയാരാണ്. പരിയാരത്ത് ആ കുന്നുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ചാലക്കുടിയിലെ പരിയാരത്ത് നോക്കൂ. ഇങ്ങനെ നമ്മൾ ശാസ്ത്രീയ പഠനങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ ഈ ശാസ്ത്രീയ പഠനങ്ങൾ, താങ്കൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾക്കറിയാം, ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടായാലും മറ്റു പഠനങ്ങളായാലും പ്രദേശവാസികളായ അല്ലെങ്കിൽ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് എത്രമാത്രം ഇതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായിട്ടും അറിവില്ല. ആ അറിവ് ഉണ്ടായെടുക്കാനും അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവരെ ജീവിതം കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആണല്ലോ അഡ്മിനിസ്ട്രേഷൻ. ആ അഡ്മിനിസ്ട്രേഷൻ്റെ ഏത് വിങ്ങാണ് ആ കാര്യത്തിൽ പണിയെടുക്കേണ്ടത്?
ഏത് വിങ്ങിനാണ് ആ രീതിയിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുക? ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പഞ്ചായത്തുകൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്. ആ പ്രാപ്തിയിലേക്ക് പഞ്ചായത്തുകൾ എത്തപ്പെടുമ്പോൾ മാത്രമാണ് ഈ ഒരു കോർഡിനേഷൻ നടത്താൻ പറ്റുക. കോർഡിനേഷനിലേക്ക് പഞ്ചായത്ത് മാത്രം ആയിക്കൊള്ളുന്നില്ല. ദുരന്ത നിവാരണ അതോറിറ്റി, ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതുപോലെ തന്നെ മറ്റു മേഖല, പോലീസ് ആയാലും ഫയർഫോഴ്സ് ആയാലും വനംവകുപ്പായാലും ആ കോർഡിനേഷൻ വേണം, പ്രത്യേകിച്ച് ഫണ്ടും വേണം. അതെ കോർഡിനേറ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞു കോർഡിനേറ്റ് ചെയ്യാൻ. അതായത് ഇത് ലോക്കൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഓമന ചേച്ചിയുടെ വാർഡ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ അവിടെ ഗ്രാസ് റൂട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ ഈ കാര്യത്തിൽ കോർഡിനേറ്റ് ചെയ്യുക. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ ഒരു വ്യക്തിയായിരുന്നു. ഏത് രീതിയിൽ പഞ്ചായത്തിന് അത് നയിക്കാൻ കഴിയും? പഞ്ചായത്തിന് തീർച്ചയായിട്ടും പഞ്ചായത്താണ് പരമമായ അധികാരം. പ്രാദേശിക സർക്കാരുകളെന്നാണ് പഞ്ചായത്തുകളെ പറയുക. കാരണം അത്രയ്ക്കധികം അധികാരം കൊടുത്തുകൊണ്ടാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ പഞ്ചായത്തുകളെ ശാക്തീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തുകൾക്ക് തന്നെ 28ഓളം കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങൾ പഞ്ചായത്തിന് കൈമാറി കിട്ടിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിയാൽ മതി. ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് പോലും അറിയില്ല പഞ്ചായത്തിന് കൈമാറി കിട്ടിയ സ്ഥാപനങ്ങൾ ഏതാണ്, അതിൻ്റെ അധികാരം എന്താണെന്ന് പഞ്ചായത്തുകൾക്ക് പോലും അറിയാത്തൊരവസ്ഥയുണ്ട്. പഞ്ചായത്തുകൾ കൃത്യമായിട്ടും ഇപ്പോൾ അവരുടെ പദ്ധതി രൂപീകരണ സമയത്ത് കൃത്യമായിട്ടും മലയോര മേഖലയിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് എങ്ങനെ വരുന്ന ആളുകളിലെ നമ്മുടെ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ നമുക്ക് പദ്ധതികൾ ഉണ്ടാക്കാമെന്ന് കൂട്ടായ ചർച്ചയിലൂടെ, അത് പഞ്ചായത്ത് മാത്രമല്ല, ഉദ്യോഗസ്ഥ സംവിധാനം മാത്രമല്ല, ഇപ്പോൾ അന്വേഷണെ പോലുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവമുള്ള ആളുകൾ, അതുപോലെ ജില്ലയിലെ കളക്ട്രേറ്റ് സംവിധാനം, അവിടെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനം മൊത്തം ഉപയോഗപ്പെടുത്തിയാൽ പഞ്ചായത്ത് ആവശ്യപ്പെട്ടാൽ ഏത് സംവിധാനവും പഞ്ചായത്തിലേക്ക് വരും. പഞ്ചായത്ത് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഒന്ന് ഫോൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു കത്ത് എഴുതിയാൽ മതി. ഇപ്പോഴങ്ങനെയാണ് രീതികൾ. പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താത്ത രീതിയാണ് ഇപ്പോൾ പഞ്ചായത്ത് അവലംബിച്ച് പോന്നിട്ടുള്ളത്. പഞ്ചായത്തിന് അധികാരം, പരമമായ അധികാരം പഞ്ചായത്തിനാണ്. ഈ അധികാര വികേന്ദ്രീകരണം കൊടുത്ത് പഞ്ചായത്തുകളെ ഇത്രയ്ക്കും അധികാരം കൊടുക്കുമ്പോൾ ഏറ്റവും പരമമായ ലക്ഷ്യം നമ്മുടെ മേഖലയിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ, ദരിദ്ര മേഖലകളെ, മലയോര മേഖലകളെ അവരുടെ ജീവിത ഉന്നതിക്ക് വേണ്ടി, അല്ലെങ്കിൽ വരുന്ന ആളുകളിലെ ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭം തുടങ്ങിയ ആ പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടി ആ ഒരു അധികാരം കൊടുത്തുകൊണ്ടാണ് ഇവരെ സജ്ജരാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും പഞ്ചായത്തിൻ്റെ അധികാരമാണത്. പക്ഷെ അത് എടുത്തുപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇപ്പോൾ മലയോര മേഖലയിൽ ഇപ്പോൾ വന്യജീവി ആക്രമണം ഏറ്റവും ആദ്യം നേരിടുന്നത് മലയോര മേഖലയാണ്. ഇപ്പോൾ തീപിടുത്തമുണ്ടായി ഏറ്റവും ആദ്യം ബാധിക്കുന്നത് മലയോര മേഖലയിലെ പാവപ്പെട്ട ആളുകളെയാണ്. ഇപ്പോൾ മഴക്കെടുതികൾ ഏറ്റവും അധികം ബാധിക്കുന്ന മലയോര മേഖലയിലെ ആളുകളെയും കർഷകരെയാണ്. മലയോര മേഖലയിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം അവിടെയുള്ള കർഷകരുടെ ജീവിതാവസ്ഥ, അവിടെയുള്ള കൃഷിഭൂമിയുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ കല്ല് കയ്യാലയും അതുപോലെ തന്നെ തടയണകളൊക്കെ സ്ഥാപിച്ചുകൊണ്ടാണ് മലയോര മേഖലയിൽ ആദ്യകാലങ്ങളിലൊക്കെ ഇതുപോലുള്ള അതിശക്തമായ മലവെള്ളപ്പാച്ചിലൊക്കെ തടഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അത് സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് വന്യജീവി ആക്രമണം ഏറ്റവും പ്രധാന കാരണം. ഏത് ഇത് കിട്ടിയാലും വന്യജീവികൾ വന്ന് കുത്തിമിടച്ചിടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകർ അവരെ കൃഷി ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും കൃഷി ഉപേക്ഷിച്ച് പോയി. മലയോര മേഖലയിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ കാലവർഷക്കെടുതിയിൽ ഇപ്പോൾ ഒന്ന് ചെന്ന് നോക്കിയാൽ അറിയാം എത്ര കർഷകർ അവിടെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ ചിമ്മിനി ഡാം നമ്മുടെ വരണിപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയാണ് ചിമ്മിനി ഡാം. പക്ഷേ ഈ 2 മഴ അടുപ്പിച്ച് പെയ്താൽ ചിമ്മിനി ഡാം അടച്ചു, സന്ദർശകരെ നിരോധിച്ചു. നമ്മുടെ ഏറ്റവും വലിയ ധനസ്രോതസ്സാണ് ഈ ടൂറിസം മേഖല കേരളത്തിൻ്റെ. അത് ഇതുപോലുള്ള ചെറിയ ഒരു മഴ പെയ്യുമ്പോഴേക്കും അടയ്ക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് കേരളത്തിലുള്ളത്. ഈ ചിമ്മിനി ഡാമിലെ ഏറ്റവും പ്രധാന പ്രശ്നം, ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾ മാത്രമല്ല, ചിമ്മിനി ഡാം പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ എച്ചിപ്പാറ ട്രൈബൽ കോളനികൾ, അടുത്തടുത്ത് 2 ട്രൈബൽ കോളനികളുടെ പ്രദേശമാണ്. ഈ വലിയ ഈ മലയോര മേഖല കടന്നു വേണം, കിലോമീറ്ററുകളോളം താണ്ടി വേണം എച്ചിപ്പാറ പ്രദേശത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിത മേഖലയിലെത്താൻ, ആദിവാസികൾക്ക് അവരുടെ ഊരുകളിലെത്താൻ. അപ്പോൾ ആ പ്രദേശങ്ങളിൽ അവർക്ക് എത്തിച്ചേരാൻ സുഗമമായ മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ് മഴക്കാലമായാലും ഏറ്റവും വലിയ പ്രശ്നം. അവിടെ മുഴുവനും റോട്ടിലേക്ക് മറിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ട്. അവിടെ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് മാനേജ്മെൻറ്റ് അതുപോലെ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല. മഴയ്ക്ക് മുൻപേ തന്നെ മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിരുന്നെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവാകും, ജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനാവും. അതായത് മുന്നൊരുക്കങ്ങൾ വേണം, കൃത്യമായ മാനേജ്മെൻറ്റ് വേണം, കൃത്യമായ രീതിയിൽ പഠിച്ച് കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം. ഇപ്പോൾ എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോൾ ആ പ്രദേശത്തുള്ളവർ സ്വയം പ്രതിരോധിക്കുക എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. വേനലായാലും മഴയായാലും ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന മലയോര മേഖല പടപൊരുതി അവിടെ ഒരു ഭൂമിയാക്കി മാറ്റി ജനവാസ കേന്ദ്രമാക്കി മാറ്റിയവർ ഒടുവിൽ
പേടിച്ച് വന്യമൃഗങ്ങളെയും മഴയെയും ഉരുൾപൊട്ടലിനെയും മലയിടിച്ചിലിനെയും കടുത്ത വേനലിനെയും എല്ലാം പേടിച്ച് കാടിറങ്ങി അല്ലെങ്കിൽ ആ മേഖല ഇറങ്ങി പോകേണ്ട, ആ പ്രദേശം ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം. ഒപ്പം തന്നെ കൃത്യമായ രീതിയിലുള്ള പഠനം വേണം. ഉരുൾപൊട്ടലാണെങ്കിലും മലയിടിച്ചിലാണെങ്കിലും അത്തരം സാധ്യതയുള്ള മേഖലകൾ കൃത്യമായി പഠിച്ച് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ധരിപ്പിക്കുകയും പ്രദേശവാസികളെ ധരിപ്പിക്കുകയും വേണം. അങ്ങനെ ഒരു ദുരന്തം ഒഴിവാക്കണം. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഓടിച്ചെന്ന്, അതും സമയം കഴിഞ്ഞ് ഓടിച്ചെന്ന് പലപ്പോഴും സംവിധാനങ്ങളില്ലാതെ പകച്ചു നിന്ന് ആ ദുരന്തത്തിന് മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിനപ്പുറം കൂടുതൽ മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. സമയ പരിമിതിയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാനും സാധിക്കുന്നില്ല. എ ഓമന മലയോര കർഷക സമിതിയുടെ പ്രസിഡന്റാണ്. കെ അനീഷ് കുമാർ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കൊടകര മേഖലയിലെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. സേവ്യർ എൽത്തുരുത്ത് റിട്ടയേർഡ് വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. ഈ 3 പേരും അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇതിനേക്കാൾ വ്യാപ്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ ആ മേഖലയിലുണ്ട്. അത് കൃത്യമായി പഠിച്ച് പ്രവർത്തിച്ച് പ്രതിരോധിക്കേണ്ടത് സംവിധാനങ്ങളാണ്, സർക്കാർ സംവിധാനങ്ങളാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, വിവിധ വകുപ്പുകളാണ്. അതിനുള്ള നേതൃത്വം ഉണ്ടാവട്ടെ. ചതുരംഗം ഇവിടെ സമാപിക്കുന്നു.